സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രീമന്നാരായണീയത്തിൽ 8ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിച്ചു. വൃക്ഷപുത്രിയായിരിക്കുന്ന മാരിഷയെ നിങ്ങൾക്ക് പത്നിയായിട്ട് കിട്ടും. വരം അവർ ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. അവാപ്യകാന്താം തനയാം മഹീരുഹാം, വൃക്ഷപുത്രിയായിട്ടുള്ള മാരിഷയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു കിട്ടും. അതിൽ ദക്ഷൻ എനിക്ക് പ്രജാസൃഷ്ടി വർദ്ധിക്കാനും സാധിക്കും. ഇനി അവർ വിവാഹം കഴിച്ച കഥയാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തതച്ചതേ ഭൂതലരോദിനത്തരുൻ കൃതാദഹന്തോദുഗിണേന വാരിതോ ദ്രുമേശ്ചതത്താന്തനയാമവാപ്യതാം ത്വതുക്തകാലം സുഖിനോഭിരേമിരേ. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുപോലും അങ്ങനെ അല്ലാതാവില്ല, 100% സത്യമാവുന്നു. പ്രചേതസ്സുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ആ സമയത്താണ് അനുഗ്രഹം ഉണ്ടായത്, തപസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ. തപസ്സൊക്കെ കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പോരണല്ലോ. വെള്ളത്തിൽ നിന്ന് പുറത്തേക്കാണ് പൊന്തി പ്രചേതസ്സുകൾ. വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പൊന്തി വന്നപ്പോൾ അവർക്കൊരു വിഷമം. എല്ലാ ദിക്കിലും വൃക്ഷങ്ങൾ. ഇതിപ്പോൾ അധികമായാലും ബുദ്ധിമുട്ടാണ്, കുറവായാലും ബുദ്ധിമുട്ടാണ്. ഏതും അങ്ങനെയാണല്ലോ. അധികമായാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇല്ലെങ്കിലും പറ്റില്ല, അധികമായാലും പറ്റില്ല. ഈ മരങ്ങൾ എവിടെ നോക്കിയാലും ഇങ്ങനെ വൃക്ഷങ്ങളുണ്ടാവുക. വഴി നടക്കാനും നിവൃത്തിയില്ല. വീടിൻ്റെ അടുത്ത് ചിലതൊക്കെ നമ്മൾ വെട്ടിക്കളയില്ലേ, വീടിൻ്റെ അടുത്ത് അതിനുപദ്രവമായിട്ടുള്ള വൃക്ഷങ്ങളെ വെട്ടിക്കളയലുണ്ട്. എനിക്ക് തോന്നി ഇങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞാൽ എങ്ങനെ വഴി നടക്കുക? ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് അങ്ങോട്ട് തോന്നിയുള്ളൂ. ഈ തപശക്തി ഉള്ളവർക്ക് എന്തെങ്കിലും തോന്നിയാൽ അത് ഫലിക്കത്രേ. ഇവരുടെ കണ്ണിൽ നിന്നുള്ള അഗ്നി കാരണം വൃക്ഷങ്ങൾ അങ്ങോട്ട് കത്താൻ തുടങ്ങി. നിന്നങ്ങോട്ട് കത്തുക, കാട്ടുതീ പോലെ. ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. ദേഷ്യം വന്നവർക്ക്. അപ്പോൾ ബ്രഹ്മദേവൻ ഇടപെട്ടു, ചന്ദ്രൻ ഇടപെട്ടു. 2 ഇവിടെ ബ്രൂഹിണേന എന്നാണ് പറഞ്ഞത്. ഭാഗവത്തിൽ 2 ഉണ്ട്. ഹേ പ്രജേതസ്സുകളെ, ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഈ വൃക്ഷങ്ങൾ ലോകത്തിന് അനിവാര്യമാണ്. ഏത് ജീവജാലമാണോ വൃക്ഷത്തിനെ ആശ്രയിക്കാത്തത്? സർവ്വ ജീവജാലങ്ങളും വൃക്ഷത്തിനെ പക്ഷികൾക്ക് വൃക്ഷത്തിൻ്റെ പഴം കിട്ടണം, മൃഗങ്ങൾക്ക് പുല്ല് തിന്നണം, വേണ്ടേ? ബാക്കിയുള്ളവർക്ക് മനുഷ്യനോ നെല്ല്, ഗോതമ്പ്, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാവർക്കും വേണ്ട ഒന്നാണ് വൃക്ഷങ്ങൾ. ഇപ്പം പരോപകാരം ഒരു വൃക്ഷവും അതിനു വേണ്ടി ജീവിക്കണില്ല. തണലായിട്ടും വേറൊന്നായിട്ടും. എന്നിട്ട് നമ്മൾ നിർദ്ദയം വെട്ടി നശിപ്പിക്കുക. എത്ര ക്രൂരനാണ് മനുഷ്യൻ. വാഴയൊക്കെ വെച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങനെ കൊലച്ചാലോ ഒറ്റ വെട്ട്, അതിൻ്റെ കഥയും കഴിഞ്ഞു. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വൃക്ഷങ്ങളെ ഇങ്ങനെ വെട്ടിക്കളയുന്നത്, നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല. ദ്രുഹിണേന വാരിത. ദ്രുഹിണൻ ബ്രഹ്മാവ്. അയ്യോ ഇത് ചെയ്യരുത്, ഇങ്ങനെ കത്തിപ്പോയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മാവും. അതുകൊണ്ട് ഇത് നിർത്തൻ. കൃതാദഹന്തോ, ദേഷ്യം കൊണ്ട് വൃക്ഷങ്ങളെ ദഹിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ, ശ്രമിച്ചപ്പോൾ, ആരംഭിച്ചപ്പോൾ ദ്രുഹിണേന വാരിത. ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ വലിയ തെറ്റാണ്, നിങ്ങൾ തപസ്സികളല്ലേ, ശ്രേഷ്ഠതയുള്ളവർ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? വൃക്ഷങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ ഭൂമി ഉണ്ടാവുക എന്നങ്ങനെ പറഞ്ഞപ്പോൾ അവർ നിർത്തി. അയ്യോ ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റി, ഒരു നിമിഷത്തിൽ ക്രോധം കൊണ്ട് സംഭവിച്ചതാണ്. അവർ പറഞ്ഞാൽ കേൾക്കണവരാണ്. വേഗം അത് തിരിച്ചറിഞ്ഞു. ഇനി ഞങ്ങൾ വൃക്ഷങ്ങളെ കത്തിക്കില്ല, നശിപ്പിക്കില്ല. ബ്രഹ്മദേവ, അങ്ങയുടെ ഉപദേശം ഞങ്ങൾ ഉൾക്കൊള്ളണു, ക്ഷമിക്കണേ. ആണാണേ, നമുക്കൊക്കെ തെറ്റ് പറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് സമ്മതിക്കുക, തെറ്റാട്ടോ, എൻ്റെ തെറ്റന്നെ പറ്റിയത്, പാടില്ലായിരുന്നു, കഴിഞ്ഞു, അതിൻ്റെ ദോഷം അതിൽ കുറേ പോയി എന്നാണ്. പിന്നെ ചെയ്യുമരുത്, തെറ്റ് ചെയ്യുക പിന്നീതം അതല്ല, പിന്നെ ചെയ്യരുത് എന്ന വിചാരത്തോടു കൂടി കഴിഞ്ഞ ഒരു തെറ്റിനെ പശ്ചാത്തപിച്ചാൽ ആണ് പശ്ചാത്താപം പ്രായശ്ചിത്താവണത്.
തെറ്റ് ചെയ്യുക പിന്നെയും സോറി പറയുക, തെറ്റ് ചെയ്യുക പിന്നെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആവർത്തിക്കില്ല എന്ന ഉദ്ദേശത്തിൽ പശ്ചാത്തപിച്ചാൽ അത് തീർച്ചയായിട്ടും ചെയ്ത തെറ്റിൻ്റെ ദോഷം കുറയ്ക്കും. അപ്പോൾ ഇവരത് ബ്രഹ്മദേവനോട് ക്ഷമ ചോദിച്ച വൃക്ഷങ്ങളെ നശിപ്പിക്കൽ അവസാനിപ്പിച്ചു. അപ്പോഴോ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി, ഏതായാലും ഞങ്ങളെ രക്ഷിച്ചല്ലോ. ഒരു നിമിഷത്തിൽ കോപം ഉണ്ടായാലും മറ്റൊരു നിമിഷത്തിൽ ഞങ്ങളെ രക്ഷിച്ചതിന് നിങ്ങൾക്കൊരു പ്രത്യുപകാരം ഞങ്ങൾ ചെയ്യണം. എന്താ അത്? ദ്രുമേശദത്താം തനയാം. ആ വൃക്ഷങ്ങൾ രക്ഷിച്ചു പോരുന്ന പുത്രിയാണ് ആര്? വൃക്ഷങ്ങളെ രക്ഷിച്ചു പോരുന്ന പുത്രിയാണ് മാരിഷ. കണ്ടു എന്ന മഹർഷിയുടെ മകള് പ്രമ്ലോച എന്ന കന്യകയിലുണ്ടായിട്ടുള്ള കുട്ടിയെ വൃക്ഷങ്ങളെ ഏൽപ്പിച്ച് പോയതാണ്. ആ കുട്ടിക്ക് വിവാഹപ്രായമായപ്പോൾ ആർക്ക് കൊടുക്കണം എന്നൊരു ചിന്ത ഏത് രക്ഷിതാവിനും ഉണ്ടാവും. എന്നാൽ ഈ പ്രചേതസ്സുകൾക്കായിക്കോട്ടെ, നല്ല പുത്രന്മാരാണ്, നല്ല മനസ്സുള്ളവരാണ്, തപസ്വികളാണ്. പണ്ടൊന്നും ഈ കാറും ബംഗ്ലാവും എസ്റ്റേറ്റും നോക്കിയിട്ടല്ല ഒരാളുടെ യോഗ്യത നിശ്ചയിക്കുക. ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. സദാ ബോധമില്ലാത്ത സാധനം കഴിക്കുകയാണ്. കരളും പോയി വേറൊന്നും പോയി, പൈസയുണ്ട്, വല്ല കാര്യമുണ്ടോ? ആയുസ്സിനെ അടക്കം ബാധിക്കും അല്ലേ? അപ്പോൾ സ്വഭാവത്തിനും ജ്ഞാനത്തിനും ഈശ്വരഭക്തിക്കുമാണ് പണ്ട് യോഗ്യത കൊടുത്തിരുന്നത്. ഒരു ഭരനെ പോലും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയിട്ട് പറഞ്ഞിട്ടില്ല. സാമ്പത്തിക ഉള്ളവരുണ്ടാവും, പക്ഷെ അത് പറഞ്ഞിട്ടില്ല, ഗുണമായിട്ട് പറഞ്ഞിട്ടില്ല. സൗന്ദര്യം പറയാം, കഴിവ് പറയാം, അറിവ് പറയാം, ദൈവവിശ്വാസം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി ഒരാളുടെ അളവുകോലായിട്ട് നോക്കിയാൽ നമുക്ക് അധികവും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ദ്രുമേച്ഛദത്താം തനയാം, മരങ്ങളാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ആ പുത്രിയെ പത്നിയായി സ്വീകരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടും. ഭാവി കാണാൻ കഴിവുള്ള ആളാണല്ലോ ഭഗവാൻ. അപ്പം അതിവിടെ സംഭവിച്ചു. ദ്രുമേച്ഛദത്താം, ദ്രുമം വൃക്ഷങ്ങളാൽ കൊടുക്കപ്പെട്ട തനയാം അവാപ്യ, പെൺകുട്ടിയെ കന്യകയെ ലഭിച്ചിട്ട് എന്തുണ്ടായി? ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഭഗവാനെ അങ്ങ് ഗുരുവായൂരപ്പ പറഞ്ഞ അത്രയും കാലം ഈ പ്രചേതസ്സുകൾ സുഖമായി ആ മാരിഷയായിട്ട് കഴിഞ്ഞുകൂടി പറയണം. അതിലാണ് ദക്ഷൻ രണ്ടാമത്തെ ജന്മം എടുത്ത് വന്നത്. ആദ്യം തലയൊക്കെ പോയി, ആടിൻ്റെ തലയെന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥ തലയായിട്ട് ജനിച്ചു. അസുക്കിനി എന്ന് പറഞ്ഞ പത്നിയിൽ സൃഷ്ടി നടത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ലോകത്തിലുണ്ടായ സൃഷ്ടിയൊക്കെ അങ്ങനെ ദക്ഷൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു വരുന്നു. ഭാഗവതത്തിലൊക്കെ തിരിച്ച് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഭൂമിയിൽ തടസ്സമുണ്ടാക്കുന്ന വൃക്ഷങ്ങളെ ഇവർ നശിപ്പിച്ചു. തതച്ചതേ ഭൂതലരോധിന. ഭൂതലരോധിന ഭൂമിയെ തടസ്സം സൃഷ്ടിക്കുന്ന ഭൂതലരോധിന തരു വൃക്ഷം. ക്രുധാദഹന്തോ, ക്രോധം കൊണ്ട് ദഹിപ്പിച്ചു. ദുഹിണേന വാരിത, ബ്രഹ്മാവിനാൽ തടയപ്പെട്ടു. ദ്രുമേച്ഛദത്താം തനയാമവാപ്യതാം, ധ്രുവങ്ങൾ കൊടുത്തതായിട്ടുള്ള വൃക്ഷങ്ങളാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള കന്യകയെ സ്വീകരിച്ച് ത്വദുക്തകാലം സുഖിനോഭിരേമിരേ, സുഖമായിട്ട് പ്രചേതസ്സുകൾ കഴിഞ്ഞു. അടുത്ത ശ്ലോകം. അവാപ്യ ദക്ഷം ജസുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാദിയാ അമാപുരാനന്ദപദം തഥാപി തത്വമീശ വാതാലയനാഥ പാഹിമാം. മൂന്നാമത്തെ വരിയുടെ അവസാനവും നാലാമത്തെ വരി പ്രാർത്ഥനയാണ്, കഥയല്ല. തഥാപിത ത്വമീശ വാതാലയനാഥ പാഹിമാം. അങ്ങനത്തെ ഗുരുവായൂരപ്പ വേറെ ആശ്രയം ഇല്ലാത്തതായിട്ടുള്ള എന്നെ രക്ഷിക്കണേന്നാണ്. അപ്പം അതിന് മുമ്പ് പറഞ്ഞത് എന്തൊക്കെയാ? ഈ മാരിഷ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന സ്ത്രീയിൽ, പത്നിയിൽ ദക്ഷനെ സുതനായിട്ട് ലഭിച്ചു. നേരത്തെ ആടിൻ്റെ തലയിട്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട് ദക്ഷയാഗത്തിൽ. ആ ദക്ഷൻ പുനർജന്മം കൈക്കൊണ്ടു. അവാപ്യ ദക്ഷം ചസുതം കൃതാധ്വരാഹ. അധ്വര യാഗം, യാഗങ്ങൾ ചെയ്ത് നാരദനിൽ നിന്ന് കിട്ടിയ വിജ്ഞാനതത്വത്താൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. പ്രചേതസ്സുകളെന്നർത്ഥം. പ്രചേതസ്സുകൾക്ക് നാരദന് ഉപദേശം കൊടുത്തു. അച്ഛനായ പ്രാചീന ബർഗീസിനാണ് യാഗം നടത്തിയിട്ട് കാര്യമില്ല, ജീവികളെ കൊല്ലരുത് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പം മക്കൾക്കും ചോദിച്ചു, നാരദ ഞങ്ങൾക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ? പിന്നെന്താ, അത് നാരദൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം കുറച്ചങ്ങനെ ഭാഗവതത്തിൽ പറയുന്നു. ഇവിടെ അവാപ്യ ദക്ഷം ചുരുക്കി പറഞ്ഞു. കൃതാധ്വര,
പ്രചേതസോ നാരദലബ്ധയാ ദിയ എന്ന് പറഞ്ഞു ഒതുക്കി. നാരദനാൽ കൊടുക്കപ്പെട്ട ജ്ഞാനം, ധിയ ബുദ്ധി, ബുദ്ധി എന്നും ആവാം ജ്ഞാനെന്നും ആവാം. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, അപ്പം ജ്ഞാനം ആവാം. നാരദനാൽ കൊടുക്കപ്പെട്ട ജ്ഞാനം അതൊരുപാടുണ്ട് കേട്ടോ. അവിടെ പറയണത് എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് സന്തോഷിക്കാനും ലളിത ജീവിതം നയിക്കാനും ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സന്തുഷ്ട്യ ഏന കേനവ, നമ്മളൊക്കെ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് അത്ര അധികം ചിന്തിക്കുക, ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കില്ല. എത്ര സുഖം ഉണ്ടാവും. ഉള്ള സൗകര്യങ്ങളും ഭഗവാൻ തന്ന സൗഭാഗ്യങ്ങളും ഇങ്ങനെ ഓർക്കുക, തരാത്ത സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തി ഉണ്ടാവുക, ചെറിയ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവുക, എത്ര കിട്ടിയാലും പോരാ എന്ന അവസ്ഥ ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെയാണ് കുട്ടികളെ മനസ്സുഖം ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ നിങ്ങൾ ഏതൊന്നാണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയതിനെ ആഗ്രഹിക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്, ഇഫ് യു ഡു നോട്ട് ഹാവ് വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഹാവ്. ഏതൊന്നിനെ ആഗ്രഹിച്ചത് കിട്ടിയില്ലയോ അതിനെ ആഗ്രഹിക്കാണ്ടിരിക്കുക, കിട്ടിയതിനെ ആഗ്രഹിക്കുക, അപ്പോൾ സുഖം ഉണ്ടാവുമെന്നാണ്. അതിനെ ഇവിടെയും നാരദൻ കൊടുത്ത ഉപദേശങ്ങളിൽ ഒരു കാര്യം അതാണ്. അങ്ങനെ പലതും ഉണ്ട്. ഭക്തി ഉണ്ടാവണം, ഈശ്വരൻ്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം, ദുഷ്കൃത്യങ്ങൾ ചെയ്യുകയോ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്യരുത്, അർഹതയില്ലാത്തതായിട്ടുള്ള ധനത്തിൽ ശ്രദ്ധ വയ്ക്കാൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. സന്തുഷ്ട്യ ഏണ കേനവ, ഉള്ളതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ മക്കളൊക്കെ നാരദൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ അത് നാരദലബ്ധയാദിയ അതിലൊതുക്കി. എന്നിട്ടോ അവാപുരാനന്ദപദം, മഹാന്മാർ പറഞ്ഞ വഴിക്ക് പോയാൽ നമുക്ക് ആനന്ദവും മോക്ഷസിദ്ധിയും തീർച്ചയായിട്ടും ഉണ്ടാവും. കണ്ടോ, അവിടെയും പറഞ്ഞത് ധനം ഉണ്ടാവുമെന്നല്ല പറഞ്ഞിട്ടില്ല, ആനന്ദപദം കിട്ടും എന്നേ പറഞ്ഞുള്ളൂ. എന്താ ആനന്ദപദം? ദുഃഖമില്ലാത്ത അവസ്ഥ, അതന്നെ വൈകുണ്ഠം. വൈകുണ്ഠവും കൈലാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്രതീകാത്മകമാണത്. വിഗത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠം എന്നാണ്. ദുഃഖമില്ലാത്ത അവസ്ഥ എത്ര വൈകുണ്ഠം. അപ്പം അവിടെ വിഷ്ണു പാർഷദന്മാർ, വിഷ്ണു മഹാലക്ഷ്മി ധാരാളം, അനന്തൻ, അങ്ങനത്തെ ലോകം എന്ന് കഥയായിട്ടെടുക്കണവർക്ക് അങ്ങനെ എടുക്കാം, നിഷേധിക്കണില്ല. പക്ഷേ അതിന് വേറൊരു അർത്ഥം എടുക്കുമ്പോൾ അതൊക്കെ എനിക്കിഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കോളൂ. അവർക്ക് വേറൊന്ന് ചിന്തിക്കാം. കുണ്ഠത ഇല്ലാത്ത അവസ്ഥയാണ് വൈകുണ്ഠം. മനസ്സിൽ നല്ല സ്വസ്ഥത ഉണ്ടാവും. എത്രയും കുറഞ്ഞ വസ്തുക്കളുള്ളവർക്കാണ് സ്വസ്ഥത ഉണ്ടാവുക. അത് നേരത്തെ പറഞ്ഞല്ലോ, തവാപുരാനന്ദപദം, ഈ പ്രചേതസ്സുകൾ മുക്തിയെ പ്രാപിച്ചു. തഥാവിത ത്വമീശവാതാലയനാഥപാഹിമാം, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ കൂട്ടത്തിൽ എന്നെയും കൂടി രക്ഷിക്കണേ, എൻ്റെ രോഗത്തെ ഇല്ലാണ്ടാക്കണേ. തായാലും ശരീരം ഉണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. അതിലിരുന്നിട്ട് വേണ്ടേ അങ്ങേ ഭജിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഭജിക്കുക? അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര, യാഗങ്ങളൊക്കെ ചെയ്ത് ദക്ഷനെ പുത്രനായിട്ട് ലഭിച്ച് യാഗമൊക്കെ നേരത്തെ നിഷേധിച്ച്, യാഗത്തിനെ എല്ലാം നിഷേധിച്ചത്, ഹിംസയെ നിഷേധിച്ചിട്ടുള്ളൂ. യാഗം പാടില്ല എന്നല്ല പറഞ്ഞത്, യാഗത്തിൽ ഹിംസ നിഷേധിച്ചു, ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. യാഗം ചെയ്യരുത് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അവാപ്യദക്ഷഞ്ചതുതങ്കൃതാധ്വര, ഹിംസ ഇല്ലാത്ത യാഗങ്ങൾ എടുക്കാം. ധാരാളം ചെയ്തു, ഹിംസ വേണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ യാഗങ്ങളാവാം. പ്രചേതസോ നാരദലബ്ധയാദിയ, നാരദനാൽ കൊടുക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയിട്ട് മുക്തി നേടി. അവാപുരാനന്ദപദം, പ്രചേതസ്സുകളുടെ കഥ അവസാനിപ്പിച്ചു. തഥാപി തത്വമീശ വാതാലയനാഥ പാഹിമാം, ഹേ ഗുരുവായൂരപ്പാം എന്നെ കൂടി രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി തീർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.